കേരളത്തിന് ബുള്ളറ്റ് ട്രെയിൻ നെയിംസ് എന്തൊക്കെ കോലാഹലമായിരുന്നു. എല്ലാം കിട്ടി ബോധിച്ചു, കിട്ടി തിരുപ്പതിയായി. രാജീവ് ചന്ദ്രശേഖരന്റെ മുദ്രാവാക്യം തന്നെ വികസിത കേരളം എന്നായിരുന്നു. അവസാനം ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോ ഒരുത്തനും ഒന്നും മിണ്ടണ്ട, അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞത് കേരളത്തിന് അത്രയ്ക്ക് അതിവേഗമൊന്നും വേണ്ട എന്നാണ്. ഈ നാണം കെട്ടവന്മാർക്ക് നമ്മൾ എന്തിന് നികുതി കൊടുക്കണം? ഈ രാജ്യത്ത് ഈ പിഴച്ചവന്മാര് തഴഞ്ഞു നടത്തുന്ന ക്രിസ്ത്യന്റെയും മുസ്ലിമിന്റെയും കമ്മ്യൂണിസ്റ്റുകാരെയും പട്ടികജാതിക്കാരെയും എല്ലാം മനുഷ്യരെ നികുതി ഒരേപോലെ ഞണ്ണുന്നവന്മാരല്ലേമാര്. എന്നിട്ട് ഈ ഉളുപ്പില്ലാത്തവന്മാര് ഭീഷണിപ്പെടുത്തുന്നത് നമ്മളെയാണ്. അമേരിക്കയും നാസി ജർമ്മനിയും ബ്രിട്ടീഷുകാരും ഇവന്മാരും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, NDA വന്നാലേ കിട്ടുള്ളൂ എന്നാണ്. മനസ്സിലാക്കണം, തികച്ചും ഏകാധിപത്യ ഭരണമാണിത്. മാന്യമായിട്ടുള്ള ഒരു ജനാധിപത്യ ഭരണം കേരളത്തിൽ നിലനിൽക്കുമ്പോഴും ഇവന്മാരെ ദുഷിച്ച മതതീവ്രവാദ സംഘടന കേരളത്തിൽ ഭരിച്ചാൽ മാത്രമാണ് കേരളത്തിന് നീതി കിട്ടുള്ളൂ എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കണം, ഇതല്ലേ യഥാർത്ഥ ഏകാധിപത്യ ഭരണം. ഇത് നമ്മുടെ നാടിന്റെ ഭാവിനെ എത്രത്തോളം അപകടത്തിലേക്ക് തള്ളിവിടും എന്നുള്ള ഒരു ഐഡിയ പോലും ഇവിടെയുള്ള ചാണകം ദീനികളുടെ തലയിൽ കയറില്ല. മനസ്സിലാക്കണം, ഈ നാണം കെട്ടോമാര് കൊണ്ട് ഞണ്ണുന്ന പൈസയ്ക്ക് ആരെയാണെന്ന്. നമ്മളെ കടക്കണിയിലേക്ക് തള്ളിവിട്ട് പിച്ചച്ചട്ടി എടുപ്പിക്കലാണ് ഈ നാണം കെട്ടോമാരുടെ ഉദ്ദേശം. സാമ്പത്തികമായി നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവര്. വികസനത്തിന്റെ പേരും പറഞ്ഞ് നമ്മുടെ നാട് കട്ടുമുടിക്കുകയാണ്.